ഹായ് ഫ്രണ്ട്സ്, അൽവത്ബയിൽ ഒരു അടിപൊളി ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. നമ്മൾ അബുദാബിയിൽ വസിക്കുന്ന പലർക്കും ഈ ഫെസ്റ്റിവലിനെ കുറിച്ച് അറിയില്ല ഇതുവരെ എന്ന് തോന്നുന്നു. എന്തായാലും ഈ ഫെസ്റ്റിവൽ അടുത്ത ശനിയാഴ്ചയോടുകൂടി അവസാനിക്കാൻ പോവുകയാണ്. ഈ ഫെസ്റ്റിവലിൻ്റെ ചില ചെറിയ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അബുദാബി സിറ്റിയിൽ നിന്നും ഏകദേശം 45-50 കിലോമീറ്ററോളം ദൂരമുള്ള അൽവത്ബയിലാണ് ലൊക്കേഷൻ. ദുബായിലെ ഗ്ലോബൽ വില്ലേജ് പോലെ തന്നെ അതിൻ്റെ ചെറിയൊരു പതിപ്പായിട്ടാണ് ഈ ഫെസ്റ്റിവലും ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഷെയ്ഖ് സയദ് ഹെറിറ്റേജ് ഫെസ്റ്റിവൽ എന്നാണ് ഇതിൻ്റെ പേര്. പല രാജ്യങ്ങളുടെ സംസ്കാരങ്ങളും അവരുടെ കച്ചവടങ്ങളും എല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇതാണ് മെയിൻ എൻട്രൻസ്. ഇതിനകത്തേക്കുള്ള പ്രവേശനം തികച്ചും സൗജന്യം ആണ് എന്നുള്ളതാണ് പ്രത്യേകത. പക്ഷേ ഇതാരും അറിയാത്തത് കൊണ്ടായിരിക്കാം അധികം തിരക്കുകളൊന്നും കാണുന്നില്ല. അകത്ത് കയറുമ്പോൾ തന്നെ നല്ല ലൈറ്റുകളൊക്കെ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള പാതകളാണ്. ഒരു ലൈറ്റ് ഫെസ്റ്റിവൽ നടക്കുന്ന പോലെയാണ് നമുക്ക് ചുറ്റും കാണാൻ പറ്റുന്നത്. ഇതിനകത്ത് നമുക്ക് കലാവൈദഗ്ധ്യമുള്ള ധാരാളം ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാം. പിന്നെ ഇതിനകത്തുള്ള പ്രധാന അട്രാക്ഷനാണ് ഇവിടുത്തെ മ്യൂസിക്കൽ ഫൗണ്ടൈൻ. ഇവിടെ പിന്നെ ഹൈടെക്കിലുള്ള മ്യൂസിക്കൽ ഫൗണ്ടനാണ്. എന്തായാലും നമുക്ക് ഈ വലിയ മ്യൂസിക്കൽ ജലധാര കുറച്ചു നേരം ആസ്വദിക്കാം. സംഗീതത്തിനനുസരിച്ച് പല നിറങ്ങളിൽ ജലധാരകൾ വന്നു ചേരുന്ന നല്ല മനോഹരമായ കാഴ്ചയാണിത്. നല്ല വലിയൊരു സ്പേസിൽ തന്നെയാണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. അതിൻ്റെ നടുവിലായിട്ട് കുറേ ഡിസ്പ്ലേയിൽ കുറേ അട്രാക്ഷൻസ് ഉണ്ട്. നമ്മുടെ ഈ UAE ചരിത്രങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുന്ന ഡിസ്പ്ലേ അതിൻ്റെ നടുക്ക് വെച്ചിട്ടുണ്ട്. നല്ലൊരു സെറ്റപ്പിലാണ് ഈ മ്യൂസിക് ഫൗണ്ടന് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്.
مسابقات طرح القرود بجانب الواقع. പിന്നെ ചില സ്റ്റേജ് ഷോകളൊക്കെ ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഇവിടെ ആൾക്കാർ ഇങ്ങനെ കൂടി നിൽക്കുന്ന കണ്ടപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പോലീസ് നായ്ക്കളുടെ കഴിവിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോ ആണ്. الكلب متعشي معلش بدي تتدرب على السحور الحين. لحظة لا تخافي لحظة يبغى واحدة من المتطوعات. ട്രെയിൻ ചെയ്തെടുത്ത വിവിധ തരം പട്ടികളുടെ പലതരത്തിലുള്ള കഴിവുകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരുന്നത്. കാണികളിൽ നിന്ന് ഓരോരുത്തരെ വിളിച്ചിട്ടാണ് പല രീതിയിലുള്ള അവയുടെ പ്രകടനങ്ങൾ ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. طبقوا حيوه انزين بنشوف الاولاد. مرحب عدة اولاد يا ساكن الكريم هذا تعال يلا يا زين يلا انا بوقف هني يلا يا زين يا زين. الفقرة عبارة عن مدى قوة الفك تعادل بالكيلو. زين انت تسحب الحبل طالع لك اسحبه هو انزين. فاللك هذا يعادل بالكيلو من 40 كيلو. يعطيك العافية. طبقوا له طبقوا حق اثنين يعطيه الصحة والعافية. ആർക്കിടെക്ചറൽ സ്കില്ല് എന്ന് പറയുന്നതൊക്കെ ഇതാണ്. കണ്ടോ, ഒരു ഫാൽക്കണിൻ്റെ പ്രതിമ തീർത്തതാണിത്. നല്ല ഹൈറ്റിലാണ് ഈ പ്രതിമ ഉള്ളത്. അകത്ത് പല രാജ്യങ്ങളുടെ പവലിയനുകൾ നമുക്ക് കാണാം. ഗ്ലോബൽ വില്ലേജിലുള്ള പോലെ തന്നെ അത്ര കൂടുതൽ രാജ്യങ്ങളൊന്നുമില്ല, എന്നാലും പ്രധാനപ്പെട്ട ചില രാജ്യങ്ങളുടെ കച്ചവടങ്ങളും സംസ്കാരങ്ങളൊക്കെ നമുക്ക് ഓരോ പവലിയനിലൂടെ വിസിറ്റ് ചെയ്യുമ്പോൾ കാണാം. ഫുഡ് ഫെസ്റ്റിവലും എല്ലാം ഇതിനകത്ത് നടക്കുന്നുണ്ട്. വിവിധ സ്പൈസസുകളുടെ ഒരു കടയാണിത്. നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, എല്ലാ രാജ്യങ്ങളുടെയും വിവിധ തരങ്ങളിലുള്ള നട്ട്സും ഈത്തപ്പഴങ്ങൾ എല്ലാം ഇവിടെ വിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കറങ്ങി നടക്കുന്നതിനിടയിലാണ് ഒരു പ്രകടനം പോകുന്നത് ശ്രദ്ധിച്ചത്. വലിയൊരു ജാഥ. അപ്പോൾ നോക്കുമ്പോൾ വിവിധ രാജ്യങ്ങളുടെ ഓരോ കലാരൂപങ്ങളാണ് നിരത്തിക്കൊണ്ടുള്ള ഒരു ജാഥയാണ്. അത് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വട്ടം ചുറ്റി നടക്കുകയാണ്. വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ അണിനിരന്നിട്ടുള്ള ഒരു കലാജാഥയാണ് ഈ പോകുന്നത്. ഓരോ രാജ്യത്തിൻ്റെയും കലയും സംസ്കാരവും ഒക്കെ വിളിച്ചോതുന്ന രീതിയിലുള്ള പ്രകടനങ്ങളാണ് ഈ കലാജാഥയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതൊക്കെ ഈ രാജ്യം UAE നമ്മുടെ വ്യത്യസ്ത രാജ്യങ്ങളുടെ സംസ്കാരവും മൂല്യങ്ങളൊക്കെ എത്രത്തോളമാണ് ഉയർത്തിപ്പിടിക്കുന്നതെന്ന് കാണിക്കുന്നതാണ് ഇതൊക്കെ. നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിലൊക്കെ ഇതിനൊക്കെ വളരെയേറെ പ്രാധാന്യം കൽപ്പിക്കുന്നതാണ്.
ഇതിൻ്റെയൊക്കെ കൂടെ തന്നെ വലിയൊരു സ്റ്റേജിൽ ഇതായി നടക്കുന്നത് ഒരു ലക്കി ഡ്രോ പരിപാടിയാണ്. കാറുകളും ക്യാഷുകളൊക്കെ വിന്നേഴ്സിന് കൊടുക്കുന്ന നറുക്കെടുപ്പ് പരിപാടിയാണത്. ഈ തണുപ്പ് കാലാവസ്ഥയ്ക്ക് പറ്റിയ നല്ല ആവി പറക്കുന്ന വിഭവങ്ങളൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഈ ഫെസ്റ്റിവലിനെ കുറിച്ചുള്ള ചെറിയ വിശേഷങ്ങളാണ് ഇവിടെ പങ്കുവച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയും ഇത് കാണാൻ ആഗ്രഹിക്കുന്നവർ 3 ദിവസം കൂടി ഇത് ബാക്കിയുണ്ട്. പ്രവേശനം എല്ലാം ഫ്രീ ആണ്. വീക്കെൻഡിലൊക്കെ പോയിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഫെസ്റ്റിവലാണ്. ഓക്കെ.